Hi guys, welcome back to our new video. Today video ഒരു garden tips video ആണ്. ഇതൊരു magic juice ആണ്. Plant loversന് അവരുടെ garden സെറ്റപ്പ് ആക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ആവുന്ന ഒരു ജ്യൂസ് ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ടിപ്സ് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോയിലേക്ക് പോയാലോ? നിങ്ങളൊരു പ്ലാന്റ് ലവർ ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ ഗാർഡൻ ഉണ്ടെങ്കിൽ ഈ ചെടിയുടെ പേര് അറിയാതിരിക്കില്ല. ഇതാണ് അഗ്ലോണിമ. ഇതിൽ പല വെറൈറ്റീസുകളുണ്ട്. ഇന്ന് നല്ല റേറ്റ് ഉള്ളതുമാണ് ഈ ചെടികൾ. എനിക്കിത് എൻ്റെ വൈസ്കാക്കയുടെ ഏട്ടൻ്റെ വൈഫ് തന്നതാണ്. ഒരു ചെറിയ പീസായിരുന്നു ഇത്. ഇപ്പോൾ ഇത് ഞാൻ ഒരുപാട് പേർക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ ചട്ടി നിറഞ്ഞുണ്ടായിട്ടുണ്ട്. ചെറുതായതെല്ലാം ഞാൻ ഒരുപാട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പലരും പറയുന്നുണ്ട് ഇതൊറ്റ ചെടിയായിട്ട് നിൽക്കുകയാണ്, അതിന് തൈകൾ വരുന്നില്ല എന്ന്. ചിലർ പറയുന്നുണ്ട് പെട്ടെന്ന് പിടിക്കുന്നില്ല എന്ന്. അപ്പോൾ അതിനെല്ലാം ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇത് ഈ തൈകൾക്ക് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ ഔഷധ സസ്യങ്ങളില്ലേ, കരിവേപ്പ്, ആര്യവേപ്പ്, അങ്ങനെയുള്ളതിനെല്ലാം ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള ഒരു ഡ്രിങ്ക് കൂടിയാണിത്. ഇതെല്ലാം മാറ്റി വെച്ചതാണ്. നമ്മൾ തൈ നടുമ്പോൾ തന്നെ ഇതിട്ടാലും പെട്ടെന്ന് വേര് പിടിക്കാനൊക്കെ ഹെൽപ്പാണ്. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കുന്ന വേസ്റ്റിൽ നിന്നാണ് ഈ മാജിക് ജ്യൂസ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് കണ്ടോ, ചെറുതായിട്ട് മാറ്റി വെച്ചത് പോലും പെട്ടെന്ന് അതിൻ്റെ വേര് പൊട്ടി വേറെ തൈ ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് നഴ്സറി ആയിട്ട് പ്ലാന്റ്സൊക്കെ സെയിൽ ചെയ്യുന്നവർക്കെല്ലാം ഈ ജ്യൂസ് ഹെൽപ്ഫുൾ ആവും. അല്ലാത്തവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ തൈകളുടെ എല്ലാം വേരിൻ്റെ ആ ഭാഗത്ത് നമ്മൾ ചകിരിയില്ലേ തേങ്ങയുടെ, അതുകൂടെ ഇടുന്നത് നന്നാവും. ഈ വേനൽക്കാലത്ത് ചെടികൾക്ക് തണുപ്പേകാൻ പെട്ടെന്ന്, നമുക്ക് വരെ പെട്ടെന്ന് ദാഹിക്കുന്ന ടൈമല്ലേ. അപ്പം അതുപോലെ തന്നെയാണ് ഈ പ്ലാന്റുകളും ജീവനുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പം അതിനൊരു തണുപ്പൊക്കെ ആയിട്ട് വെള്ളത്തിൻ്റെ നനവ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് ചകിരി ഇടുന്നത്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഗാർഡനാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോ. ഒരു ഗാർഡൻ വീഡിയോ ആയിരുന്നു അത്. ഫനുവിൻ്റെ ഇഷ്ടത്തിന് ഒരു ചെറിയ ഗാർഡൻ, അതിൽ നിന്നാണ് ഞങ്ങളുടെ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഈ വീഡിയോ ഇടണം എന്ന് ഒരുപാടായിട്ട് വിചാരിക്കുമായിരുന്നു. പിന്നീട് ഇങ്ങനെ ഓരോരോ കാരണങ്ങളും പുതിയ വീഡിയോകളൊക്കെ വരുമ്പോൾ അങ്ങനെ മാറ്റിവെച്ച ഒരു വീഡിയോ ആണിത്. അപ്പോൾ 6K ആവാനായിട്ടുണ്ട്. എല്ലാവരും ഒന്നുകൂടെ ഒന്ന് ഉഷാറായിട്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ഒന്നും കൂടെ തരണം. നിങ്ങൾ നല്ലതായാലും മോശമായാലും നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കുക. കമൻസ് വളരെ കുറവാണ്, എന്നാലും നിങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1K ആവില്ലെന്ന് കരുതി ഞങ്ങളിവിടെ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ് ഇതിൽ നിന്നും പോയി. അപ്പോൾ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ ഒഴിവാക്കാറുള്ള ഓറഞ്ച് തൊലി എടുക്കുക. പിന്നെ ഇത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം ഇതിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ തലേന്നത്തതാക്കാൻ ശ്രദ്ധിച്ചാൽ നന്നാവും. ഇത് നമ്മൾ ഫിഷ് നന്നാക്കിയതിന് ശേഷം കഴുകുന്നതിന് മുമ്പുള്ള വെള്ളമാണ്. ആ വേസ്റ്റായിട്ട് നമ്മൾ ഒഴിക്കാറുള്ള വെള്ളമാണ്. അതാണ് നമ്മുടെ പ്ലാന്റ്സിന് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്നതും ഹെൽത്തി ആവുന്നതും. നമുക്കിത് കഞ്ഞിവെള്ളത്തിലാണ് നമ്മൾ ഈ ഓറഞ്ച് തോലെടുത്തിട്ട് അടിക്കേണ്ടത്. നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനിയിപ്പോൾ നല്ല മിക്സിയൊക്കെ ആകുമ്പോൾ ഫിഷിൻ്റെ വേസ്റ്റ് വെള്ളം നമ്മൾ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കഞ്ഞിവെള്ളത്തിൽ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഫിഷിൻ്റെ വേസ്റ്റ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്
ഒരു മിനിമം ഒരു 3 ദിവസം നമ്മളിതൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കുക. അപ്പോൾ ഇതിൻ്റെ കളർ ഒന്നും കൂടെ കൂടുകയും ചെയ്യും, കളറും പവറും കൂടും. ഉടനെ തന്നെ ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ചിലരൊക്കെ ഇത് ഓറഞ്ച് തോട് ഉണക്കിയ ശേഷമാണ് ജ്യൂസ് അടിക്കുക. പക്ഷെ അതിനേക്കാളും ബെറ്റർ ഇത് തന്നെയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് ഫുൾ ഗ്യാരണ്ടിയാണ്. ഇത് നമ്മൾ തൈ നടുമ്പോൾ തന്നെ അടിയിൽ കുറച്ചിട്ടിട്ട് അതിന് മുകളിൽ മണ്ണിട്ടതിന് ശേഷം നടുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കും. 100% ഗ്യാരണ്ടിയാണ്. ഞാനിത് ആഴ്ചയിൽ ഒരിക്കൽ എൻ്റെ എല്ലാ അഗ്ലോണിമ പ്ലാന്റ്സിനും ഒഴിച്ചു കൊടുക്കാറുണ്ട്. റോസ് തൈക്ക് ഇത് ചെയ്യരുത് കേട്ടോ, ഇത് ആഡ് ചെയ്തെടുക്കാൻ പാടില്ല. അപ്പോൾ തൈകൾക്ക് എങ്ങനെയാണ് ഞാൻ ഇടുന്നതൊന്ന് കാണിക്കാം. കണ്ടോ, ഒരുപാട് പേര് എൻ്റെ കയ്യിൽ നിന്നും ഇത് വാങ്ങിയിട്ടുണ്ട്. എന്നിട്ടും എൻ്റെ ചട്ടി നിറഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുള്ള തൈകളാണ് നേരത്തെ കാണിച്ചു തന്നത്. ഇതെല്ലാം ഓരോരുത്തർ ചോദിച്ചപ്പോൾ ആക്കി വെച്ചതാണ്. കുറച്ച് മണ്ണ് മാറ്റിയതിന് ശേഷമാവണം നമ്മളിത്. ഞാനിതിന് ചകിരിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കെല്ലാം ദാഹിക്കുന്ന പോലെ തന്നെ ചെടികൾക്കും ഉണ്ടാവും ദാഹമൊക്കെ. അപ്പോൾ ഞാൻ നന്നായിട്ട് കുറച്ച് മണ്ണ് മാറ്റിയതിന് ശേഷം ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം കുറച്ചുകൂടെ മണ്ണ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. കണ്ടോ, വേരുഭാഗത്തേക്ക് ഇത്തിരി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് മണ്ണ് കിളർത്തുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്യണം. ചെടി നട്ടാലും നനച്ചാലും മാത്രം പോരാ, അവർക്ക് വേണ്ട അവർ ഹെൽത്തി ആയിട്ട് നല്ല ഇതിലിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചിലതും കൂടെ ഒക്കെ ചെയ്യേണ്ടതുണ്ട്. ഗാർഡൻ്റെ ഫുൾ പാർട്ട് ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല. അത് പിന്നെ ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ്. ഫുള്ള് പ്ലാന്റ് കളക്ഷൻസൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ പിന്നെ ഒരു ദിവസം വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള കിടിലം വീഡിയോസുമായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.